ബിഗ് ബോസ് മലയാളം സീസൺ 4ന്റെ വീക്കെൻഡ് എപ്പിസോഡായ ഇന്നലെ ലാലേട്ടനാണ് പിന്നണിയിൽ പ്രവർത്തിച്ച പലരുടെയും മുഖംമൂടികൾ വലിച്ചു കീറിയത്. അതിലൊരു സംഭവമാണ് ബ്ലെസ്ലി സുചിത്ര ഇഷ്യൂവിൽ സൈലന്റായി നിന്ന് കളിച്ച ഒരാളെ പുറം ലോകം അറിഞ്ഞത്. വേറെ ആരുമല്ല, ഡേസിയാണ്. എല്ലാത്തിനും പിന്നിൽ കളിച്ചിട്ട് നല്ല രീതിയിൽ കുത്തിത്തിരിപ്പും ഉണ്ടാക്കി ഒന്നും അറിയാതെ നല്ല കുട്ടിയായി കളിച്ചു വന്ന ഡേസിയുടെ മുഖംമൂടിയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ലാലേട്ടൻ വലിച്ചു കീറി വെളിച്ചത്ത് കൊണ്ടുവന്നത്. ബ്ലെസ്ലി ക്യാപ്റ്റൻസി ടാസ്ക് ഗന്നിയുടെ ദേഹത്ത് പരിധി വിട്ട് വെള്ളമൊഴിച്ചു എന്ന ആരോപണം ഉന്നയിച്ച സുചിത്രയും അതേപോലെ തന്നെ ബ്ലെസ്ലിയുമായി ലാലേട്ടൻ സംസാരിച്ചു നിൽക്കുകയാണ് നവീൻ എണീറ്റു പറഞ്ഞത്, നമ്മൾ ഇവിടെ ആരും മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം ഗെയിമിന്റെ ഭാഗമായി ചെയ്തിട്ടുള്ളത് മാത്രമാണ്. ഇതിനിടയിൽ ഡേസിയാണ് വെള്ളം മുഖത്തേക്കൊഴിക്കാതെ അടിയിൽ നിന്നും മേലേക്കൊഴിക്കാൻ പറഞ്ഞതെന്ന് നവീൻ പറയുമ്പോൾ അതുവരെയും ബ്ലെസ്ലിക്ക് നേരെ തീർത്തും മോശമായ ആരോപണം ഉന്നയിച്ച സുചിത്രയ്ക്ക് ഒന്നും മിണ്ടാനേയില്ല. കണ്ടസ്റ്റൻസ് പരസ്പരം ആശ്ചര്യത്തോടെ നോക്കുക മാത്രമാണ് ഉണ്ടായത്. ലാലേട്ടൻ ഇത് ഡേസിയോട് ചോദിക്കുകയും ചെയ്തു. എല്ലാത്തിന്റെയും പിന്നിൽ അപ്പോൾ ഡേസിയാണല്ലേ? എന്നാൽ മറ്റ് കണ്ടസ്റ്റൻസിന്റെയും ലാലേട്ടന്റെയും മുന്നിൽ നിന്ന് ബബ്ബ അടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നെ തൻ്റെതായ ഒരു ന്യായീകരണവും, അതായത് ബ്ലെസ്ലി ഇങ്ങനെ വെള്ളം ഒഴിച്ചു എന്ന് പറഞ്ഞ് സുചിത്ര, ലക്ഷ്മിപ്രിയ അതുപോലെ തന്നെ നിമിഷ എന്നിവർ സംസാരിക്കുമ്പോൾ ഡേസിയും തൻ്റെ പങ്ക് മറച്ചുവെച്ച് സുചിത്ര പറയുന്ന കാര്യത്തോട് യോജിക്കുകയും അതുപോലെ തന്നെ ബ്ലെസ്ലി മാത്രമല്ല അശ്വിനും ഇതുപോലെയാണ് അപർണയുടെ ദേഹത്തും വെള്ളം ഒഴിച്ചതെന്നും പറയുക മാത്രമല്ല എങ്ങനെയാണ് വെള്ളം ഒഴിച്ചതെന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു പറയുന്നതും നമ്മൾ പ്രേക്ഷകരെല്ലാം കണ്ടതാണ്. സുചിത്ര ഇങ്ങനെ ഒരു ആരോപണം നടത്തിയപ്പോൾ എല്ലാം അറിയുന്ന ഡേസി സുചിത്രയെ പറഞ്ഞു മനസ്സിലാക്കാനോ ഇതൊരു ഗെയിമാണ്, അപ്പോൾ ഗെയിമിന്റെ ഭാഗമായി കാണണം എന്ന് പറഞ്ഞു കൊടുക്കാതെ എരുതിയിൽ എണ്ണയൊഴിക്കുന്ന ഡേസിയാണ് നമ്മൾ കണ്ടത്. എന്നാൽ ലാലേട്ടൻ നല്ല നീറ്റായി അതങ്ങ് പൊളിച്ചടുക്കി കൊടുത്തു എന്ന് പറയാം. അതുപോലെ തന്നെ അതുവരെയും വലിയ വായിൽ വർത്താനം പറഞ്ഞ സുചിത്രയ്ക്കൊന്നും മിണ്ടാട്ടമില്ലായിരുന്നു. സുചിത്രയ്ക്ക് മാത്രമല്ല, ഈ ഒരു വിഷയം പൊക്കിപ്പിടിച്ചു വന്ന പലരുടെയും വാ അടഞ്ഞു പോയിരുന്നു. ഇതോടൊപ്പം തന്നെ ലാലേട്ടൻ തമാശ രൂപേണ തമ്മിലടിപ്പിച്ച് ഗെയിം കളിക്കുന്നതിനെ പറ്റിയും സൂചിപ്പിക്കുന്നുണ്ട്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് റോബിനും ജാസ്മിനും തമ്മിലുണ്ടായ പ്രശ്നം. ഇതിൻ്റെ പിന്നിലും ഡേസി തന്നെയാണെന്ന് നമ്മൾ പ്രേക്ഷകരെല്ലാം കണ്ടതാണ്. ജയിലിൽ വച്ചെന്തോ അവർ തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ റോബിൻ പറഞ്ഞൊരു കാര്യം, മൂസയുടെ മോൾ പുറത്തായിരുന്നുവെങ്കിൽ തലമണ്ട അടിച്ചു പൊളിച്ചേനെ എന്ന്. ഇതിപ്പോൾ റോബിൻ രണ്ടുപേർ തമ്മിലുള്ള സംസാരത്തിൽ വളരെ കാഷ്വലായി പറഞ്ഞൊരു കാര്യം അവസരം കിട്ടിയപ്പോൾ ജാസ്മിൻ്റെ അടുത്ത് നൈസായിട്ട് എത്തിച്ചു കൊടുത്തു എന്ന് തന്നെ പറയാം. ഈ അവസരം എന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കിച്ചൺ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് റോബിനും ഡേസിയുമായി അടിയായിരുന്നു. അതിൻ്റെ അടുത്ത ദിവസമാണ് ഡേസി ഈ ഒരു വിഷയം ജാസ്മിൻ്റെ അടുത്ത് എത്തിക്കുന്നത്. നോക്കണം അപ്പോൾ ഏത് രീതിയിലാണ് എടുത്തുചാട്ടക്കാരിയായ ജാസ്മിനെ ഡേസി അവിടെ വളരെ ബുദ്ധിപൂർവ്വം യൂസ് ചെയ്തത് എന്ന്. എന്തായാലും ഈ ഒരു കാര്യം റോബിന് മനസ്സിലായി. അതറിഞ്ഞിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നതും. എന്നാൽ ജാസ്മിൻ എത്രത്തോളം ഇങ്ങനെ ഒരു ഡബിൾ ഗെയിം മനസ്സിലാക്കും എന്നതാണ് അറിയേണ്ടിയിരിക്കുന്നത്.